ഈ വർഷത്തെ വിഷുവും വിഷുക്കൈനീട്ടവും ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തമാകുകയാണ് ആദിത്യയ്ക്ക്. സാരിയും ചാക്കുകളും ഉപയോഗിച്ച് മറച്ചിരുന്ന അടച്ചുറപ്പില്ലാത്ത ആ പഴയ കുടിലിലല്ല ആദിത്യയുടെ ഈ വർഷത്തെ വിഷു ആഘോഷം. കണിത്താലവും കർണികാര പൂക്കളും ഒരുക്കി ആദിത്യ ഇത്തവണ കണി കാണുന്നത് മനോഹരമായ പുതിയ വീട്ടിലിരുന്നാകും. വൈക്കം ശ്രീ മഹാദേവ കോളേജിലെ 3ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ ആദിത്യയ്ക്ക് സഹപാഠികളാണ് വീട് വച്ച് നൽകിയത്. വൈക്കം മഹാദേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡൻറ്റും കോളേജ് ഡയറക്ടറുമായ PGM നായരുടെ മേൽനോട്ടത്തിൽ കോളേജിലെ NSS യൂണിറ്റാണ് ആദിത്യയ്ക്ക് പുതിയ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകിയത്. മഹാദേവ കോളേജിലെയും ITIയിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ആദിത്യയ്ക്ക് വീടൊരുക്കുവാൻ ഒത്തുചേർന്നു. ജനമൈത്രി റിലേഷൻസ് ഓഫീസറും കുറവിലങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടറുമായ KV സന്തോഷ് കുമാറും എല്ലാവിധ ശ്രമങ്ങളും സഹായങ്ങളുമായി ഒപ്പം ചേർന്നു. തുടർന്നാണ് വൈക്കം പടിഞ്ഞാറേക്കര ചിറപ്പാട്ടുള്ള ആദിത്യയുടെ പഴയ കുടിലിൻ്റെ സ്ഥാനത്ത് അടച്ചുറപ്പും ഭംഗിയുമുള്ള പുതിയ കോൺക്രീറ്റ് മന്ദിരം ഉയർന്നത്. ലളിതമായ ചടങ്ങിൽ വൈക്കം മഹാദേവ കോളേജ് ഡയറക്ടർ PGM നായർ കാരിക്കോട് ആദിത്യയ്ക്കും കുടുംബത്തിനും വീടിൻ്റെ താക്കോൽ കൈമാറി. എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. അപ്പോൾ അതുകൊണ്ട് ശ്രീ മഹാദേവ കോളേജിൻ്റെ NSS യൂണിറ്റ് ആ ഒരു വലിയ ദൗത്യം ശ്രമിച്ചു. പുതിയ വീടെന്ന വിഷുക്കൈനീട്ടം കൈമാറാനെത്തിയ കോളേജ് അധികൃതരെയും വിദ്യാർത്ഥികളെയും ആദിത്യയുടെ അയൽവാസികളും നാട്ടുകാരും ചേർന്ന് സ്നേഹാദരങ്ങളോടെയാണ് സ്വീകരിച്ചത്. പടിഞ്ഞാറേക്കര ഗ്രാമഭംഗി വനിതാ ശിങ്കാരിമേള സംഘം പ്രവർത്തകർ ശിങ്കാരിമേളം ഒരുക്കിയും കണിക്കൊന്ന പൂക്കൾ നൽകിയും സ്വീകരണമൊരുക്കി. വൈക്കം മഹാദേവ കോളേജ് വൈസ് പ്രിൻസിപ്പൽ PK നിധിയ അധ്യക്ഷത വഹിച്ചു. വീട് നിർമ്മാണത്തിൻ്റെ കരാർ ചുമതല വഹിച്ച അനിലിനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വീട് നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പിടിച്ച NSS പ്രോഗ്രാം ഓഫീസർ H സൗമ്യ, കുറവിലങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ KV സന്തോഷ് കുമാർ, കോളേജ് മാനേജർ B മായ, ഓം ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ആദർശ് M നായർ, കോളേജ് സ്റ്റാഫ് സെക്രട്ടറി ശ്രീലക്ഷ്മി ചന്ദ്രശേഖർ, മനീഷ K ലത്തീഫ്, സ്നേഹ പണിക്കർ, PR ജ്യോതി, അങ്കിത G നായർ, KR ആദിത്യൻ, ആശ ഗിരീഷ്, ബിച്ചു S നായർ എന്നിവർ നേതൃത്വം നൽകി. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.